ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഇടവക ധ്യാനമായിരുന്നു. ഈ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഈ കൗൺസിലിംഗ് നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇരിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ഒരുപക്ഷെ നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുന്ന ചില അനുഭവങ്ങളുണ്ട്. ചില വ്യക്തികളെങ്കിലും ഈ കൗൺസിലിങ്ങിന് ചെല്ലുന്നത് ഇതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവർ നമ്മുടെ മനസ്സ് വായിക്കുമോ എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ചെല്ലുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിക്കണം, അച്ഛനെ ഈ മനസ്സൊക്കെ വായിക്കുക വെച്ചാൽ. ഇന്നത്തെ സുവിശേഷത്തില് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ പറഞ്ഞു വെക്കുകയാണ്. പലരുടെയൊക്കെ മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് അതായത് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴിങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കുറെ ഗിഫ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെയുള്ളത്. നമ്മൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കേണ്ടതും എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ പറയാറില്ല, എൻ്റെ ഉള്ളിലെ ദേഷ്യത്തെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, നമുക്ക് മറികടക്കാൻ പറ്റാത്ത പല മേഖലകളിലും ഈ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മൾ ചോദിക്കണം. നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് ഊതി കത്തിക്കുക. എല്ലാ ദിവസവും ഈ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എനിക്ക് ഓരോ ദിവസവും വിശുദ്ധിയിൽ മുന്നേറണം. ഈ ഒരു ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിയേ, ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ടാകും. അതല്ലാതെ വെറും സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായി പോകരുത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ.